ഈ വോളിയത്തിൽ നമ്മളൊരു പുതിയ യൂണിറ്റാണ് പഠിക്കാൻ പോകുന്നത്. 4ാമത്തെ യൂണിറ്റായ കെമിക്കൽ കൈനറ്റിക്സ്. എന്താണ് കെമിക്കൽ കൈനറ്റിക്സ്? ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ വേഗത അഥവാ റേറ്റ്, ആ റേറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, അതുപോലെ തന്നെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഏത് രീതിയിലാണ് നടക്കുന്നത്, ഇതിനെക്കുറിച്ച് പഠിക്കുന്ന രസതന്ത്ര ശാഖയാണ് കെമിക്കൽ കൈനറ്റിക്സ്. ദാറ്റ് ഈസ് the branch of chemistry which deals with the study of rates of chemical reaction, factors affecting rate of reaction, and the mechanism by which the chemical reaction proceed is known as chemical kinetics. നമുക്കറിയാം, ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് വളരെ സാവധാനമാണ്. നമ്മൾ ലാബിൽ ചെയ്യുന്ന സോൾട്ട് അനാലിസിസ് അത് അയോണിക് റിയാക്ഷനാണ്. അത് വളരെ ഫാസ്റ്റായിട്ടുള്ള റിയാക്ഷനാണ്. എന്നാൽ ചില റിയാക്ഷൻസ് നമ്മൾ പരിശോധിച്ചാൽ അത് വളരെ സ്ലോവും അല്ല, വളരെ ഫാസ്റ്റുമല്ല. അപ്പോൾ അങ്ങനെയുള്ള കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ്, ആ റേറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ആ റിയാക്ഷൻ എപ്രകാരം നടക്കുന്നു, ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. എന്താണ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ? നമുക്കറിയാം, ഒരു കെമിക്കൽ റിയാക്ഷനിൽ റിയാക്ടൻ്റ് എന്തായി മാറുന്നു? ഒരു പുതിയ വസ്തുവായ പ്രോഡക്റ്റായി മാറുന്നു. അപ്പോൾ ടൈമിനനുസരിച്ച് റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ എന്ന് സംഭവിക്കും? കുറയുന്നു. പ്രോഡക്റ്റോ ടൈമിനനുസരിച്ച് അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നു. അപ്പോൾ ഒന്നിൽ കൂടുതൽ റിയാക്ടൻ്റ് ഉണ്ടെങ്കിൽ ഓരോ റിയാക്ടൻ്റെയും കോൺസെൻട്രേഷൻ ടൈമിനനുസരിച്ച് കുറയുന്നില്ലേ? അപ്പോൾ ടൈമിനനുസരിച്ച് റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ വളരെയധികം കുറയുന്നു എന്നിരിക്കട്ടെ ഒരു യൂണിറ്റ് ടൈമിൽ. അങ്ങനെയാണെങ്കിൽ ആ റിയാക്ഷൻ്റെ വേഗത കൂടുതലാണെന്ന് പറയാമല്ലോ. എന്നാൽ ഒരു യൂണിറ്റ് ടൈമിൽ ഒരു റിയാക്ടൻ്റ് ഉണ്ടാകുന്ന കോൺസെൻട്രേഷൻ ചേഞ്ച് വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആ റിയാക്ഷൻ വളരെ സ്ലോ ആണ്. നേരെ മറിച്ച് ഒരു യൂണിറ്റ് ടൈമിൽ റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ ഒത്തിരി കുറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആ റിയാക്ഷൻ്റെ റേറ്റ് വളരെ കൂടുതലാണ്. ഇതേപോലെ ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ ഓരോ പ്രോഡക്റ്റിൻ്റെയും കോൺസെൻട്രേഷൻ ടൈമിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ടൈമിനനുസരിച്ച് കൂടുന്നുണ്ട്. അപ്പോൾ ഒരു ഗിവൺ ടൈമിൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ടൈമിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ വളരെയധികം കൂടുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ആ റിയാക്ഷൻ വളരെ ഫാസ്റ്റാണെന്ന് പറയും. എന്നാൽ ഒരു ഗിവൺ ടൈമിൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ടൈമിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നത് വളരെ കുറവാണെങ്കിൽ ആ റിയാക്ഷൻ്റെ റേറ്റ് സ്ലോ ആണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് പെർ യൂണിറ്റ് ടൈമിൽ എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതായിരിക്കും ആ റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദ റിയാക്ടൻറ്റ് ഓർ പ്രോഡക്റ്റ് പെർ യൂണിറ്റ് ടൈം. അപ്പോൾ റേറ്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ചേഞ്ച് ഡിവൈഡ് ബൈ ടൈം ടേക്കൺ ആണല്ലോ. അപ്പോൾ റേറ്റിൻ്റെ യൂണിറ്റ് എന്തായിരിക്കാം? കോൺസെൻട്രേഷനെ നമുക്ക് മോൾ പെർ ലിറ്ററിൽ രേഖപ്പെടുത്താം, അല്ലേ? ടൈം സെക്കൻഡിൽ രേഖപ്പെടുത്തുന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ റേറ്റിൻ്റെ യൂണിറ്റ് എന്ത് വരും? മോൾ പെർ ലിറ്റർ. സെക്കൻഡ് മോൾ വരുമ്പോൾ സെക്കൻഡ് റേസ്ഡ് -1. സോ ദ യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. ഒരു റിയാക്ഷൻ്റെ റേറ്റിനെ നമുക്ക് രണ്ട് രീതിയിൽ രേഖപ്പെടുത്താം. ഒന്ന് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്, നമ്പർ 2 ആവറേജ് റേറ്റ്. എന്താണ് ആവറേജ് റേറ്റ്? സാധാരണ ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ തുടക്കത്തിൽ റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ റിയാക്ഷൻ്റെ റേറ്റും തുടക്കത്തിൽ വളരെ കൂടുതലാണ്. എന്നാൽ ടൈം കൂടുന്നതിനനുസരിച്ച് റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നു. തൽഫലമായി ആ റിയാക്ഷൻ്റെ റേറ്റ് ടൈമിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ, ഉദാഹരണത്തിന് T1 ടൈം മുതൽ T2 ടൈമിൽ വരെയുള്ള റേറ്റ് നമ്മൾ സ്റ്റഡി ചെയ്താൽ അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കുമോ? ഇല്ലല്ലോ. അത് ഏതെങ്കിലും ഒരു ടൈമിലുള്ള റേറ്റ് ആയിരിക്കുമോ? T1 ടൈമിലെയോ T2 ടൈമിലെയോ റേറ്റ് ആയിരിക്കുമോ? അതുമല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം T1 മുതൽ T2 ടൈം വരെയുള്ള ഒരു ആവറേജ് റേറ്റായിട്ട് അതിനെ പരിഗണിക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു ടൈം ഇൻ്റർവെല്ലിൽ നമ്മൾ മെഷർ ചെയ്യുന്ന റിയാക്ഷൻ്റെ റേറ്റിനെ വിളിക്കുന്ന പേരാണ് ആവറേജ് റേറ്റ്. അപ്പോൾ എന്താണ് ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ? Rate of reaction measured for a given time interval is called average rate of reaction. അപ്പം average rate or average can be taken as the change in concentration of reactant or product divided by the change in time. ആണല്ലോ.
where delta x is the concentration change and delta t is the time interval. അപ്പോൾ ഈ ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ വെച്ചും രേഖപ്പെടുത്താം, അതേപോലെ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ വെച്ചും രേഖപ്പെടുത്താം. റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ വെച്ച് നമ്മൾ രേഖപ്പെടുത്തിയാൽ അത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷനെ കാണിക്കും. പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ വെച്ച് രേഖപ്പെടുത്തിയാൽ അത് ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റിനെയും കാണിക്കും. അതുകൊണ്ട് പല ടൈമിലുള്ള റിയാക്ടൻ്റെയും പ്രോഡക്റ്റിൻ്റെയും കോൺസെൻട്രേഷൻ നമ്മൾ എക്സ്പെരിമെൻ്റലി നോട്ട് ചെയ്തിട്ട് ഒരു കോൺസെൻട്രേഷൻ ടൈം ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. കോൺസെൻട്രേഷൻ ഓൺ വൈ ആക്സിസ്, ടൈം ഓൺ എക്സ് ആക്സിസ്. തുടക്കത്തിൽ ദാറ്റ് മീൻസ് വെൻ t ഈക്വൽ ടു 0 ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് ഈസ് മാക്സിമം. അപ്പോൾ ടൈം കൂടുന്നതനുസരിച്ച് റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നു. അപ്പോൾ ഇങ്ങനൊരു പരാബോളിക് ഗ്രാഫ് കിട്ടുന്നു. എന്നാൽ പ്രോഡക്റ്റിൻ്റെയോ ടൈം 0 ആണെങ്കിൽ റിയാക്ഷൻ തുടങ്ങിയിട്ടില്ല, അപ്പോൾ പ്രോഡക്റ്റിൻ്റെ അളവ് എന്താണ്? 0. അപ്പോൾ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ടൈം കൂടുന്നതനുസരിച്ച് പ്രോഡക്റ്റിൻ്റെ അളവ് കൂടി വരും. അപ്പോൾ നമുക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനൊരു ഗ്രാഫ് കിട്ടും. അപ്പോൾ രണ്ട് വ്യത്യസ്ത ടൈമിലുള്ള റേറ്റ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നു. ഉദാഹരണത്തിന് T1 ടൈമിലെയും T2 ടൈമിനും ഇടയ്ക്കുള്ള റേറ്റാണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. T1 ടൈമിലുള്ള റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് ഈ കോൺസെൻട്രേഷൻ ടൈം ഗ്രാഫിൽ നിന്ന് കിട്ടുമല്ലോ. ഇതല്ലേ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് അറ്റ് ടൈം T1, അതിനെ R1 എന്നെടുത്തു. ഇതേപോലെ T2 ടൈമിലുള്ള റിയാക്ടൻ്റെ കോൺസെൻട്രേഷനും ഈ ഗ്രാഫിൽ നിന്ന് കിട്ടുമല്ലോ. ഇതായിരിക്കത്തില്ലേ ആ വാല്യൂ, അതിനെ R2 എന്നും എടുത്തു. അങ്ങനെയാണെങ്കിൽ R ആവറേജ്, ദാറ്റ് മീൻസ് ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ. പറയൂ, ഫൈനൽ മൈനസ് ഇനിഷ്യൽ, ദാറ്റ് ഈസ് R2 മൈനസ് R1 ഡിവൈഡ് ബൈ ദ ടൈം ഇൻ്റർവൽ, ദാറ്റ് ഈസ് T2 മൈനസ് T1. ഇവിടെ റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ ടൈമിനനുസരിച്ച് കുറയുന്നു. അപ്പോൾ R2 മൈനസ് R1 എന്ന് പറയുന്ന നെഗറ്റീവ് ക്വാണ്ടിറ്റി അല്ലേ, കാരണം R2 ഈസ് ലെസ് ദാൻ R1. അങ്ങനെ വരുമ്പോൾ ഈ റേഷ്യോ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണല്ലോ. പക്ഷേ റേറ്റ് എന്നുള്ളത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. അങ്ങനെ വരുമ്പോൾ റേറ്റിനെ നമുക്ക് പോസിറ്റീവ് ആക്കണമെങ്കിൽ ഒരു അഡീഷണൽ നെഗറ്റീവ് സൈൻ കൊടുക്കേണ്ടേ, എങ്കിലല്ല മൈനസിന് മൈനസ് പ്ലസ് ആവൂ. സോ ദാറ്റ് ഈസ് എ സിഗ്നിഫിക്കൻസ് ഓഫ് നെഗറ്റീവ് സൈൻ ഇൻ ദ റേറ്റ് എക്സ്പ്രഷൻ വിത്ത് റെസ്പെക്ട് ടു റിയാക്ടൻ. ഇവിടെ R1 ആൻഡ് R2 ആർ ദ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ അറ്റ് ടൈം T1 ആൻഡ് T2. ഇതേപോലെ നമുക്ക് പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് വെച്ചുകൊണ്ടും ആവറേജ് റേറ്റ് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ T1 ടൈമിലുള്ള പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഈ ഗ്രാഫിൽ നിന്ന് കിട്ടി, ദാറ്റ് ഈസ് ടേക്കൺ ആസ് P1. അതുപോലെ T2 ടൈമിലുള്ള പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനും ഈ ഗ്രാഫിൽ നിന്ന് കിട്ടുമല്ലോ. അപ്പോൾ ഇതായിരിക്കത്തില്ലേ T2 ടൈമിലുള്ള പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ, അതിനെ P2 എന്ന് എടുത്തു. അപ്പം R ആവറേജ് ഇൻ ടേംസ് ഓഫ് പ്രോഡക്റ്റ്, പറയൂ, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ്, അത് ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷനാണ്, കാരണം P2 ഈസ് ഗ്രേറ്റർ ദാൻ P1 ഡിവൈഡഡ് ബൈ ദ ടൈം ടേക്കൺ ഓർ ദ ടൈം ഇൻ്റർവൽ T2 മൈനസ് T1. സോ ദാറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് ഡെൽറ്റ P ഡിവൈഡഡ് ബൈ ദ ചേഞ്ച് ഇൻ ടൈം, ദാറ്റ് ഈസ് ഡെൽറ്റ T. അപ്പോൾ ഈ റേഷ്യോ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. റിയാക്ടൻ്റ് വെച്ച് എഴുതുമ്പോൾ R ആവറേജ് ഈസ് ഈക്വൽ ടു മൈനസ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ, അതിനെങ്ങനെ എഴുതാം? ഡെൽറ്റ R ഡിവൈഡഡ് ബൈ ദ ചേഞ്ച് ഇൻ ടൈം, ദറ്റ് ഈസ് ഡെൽറ്റ T. അപ്പോൾ എന്താണ് സിഗ്നിഫിക്കൻസ് ഓഫ് നെഗറ്റീവ് സൈൻ? ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ ഡിക്രീസസ് ഡ്യൂറിങ് എ റിയാക്ഷൻ, thus the rate expressed in terms of reactant is a negative quantity, but rate of reaction is always positive. So to make rate as positive, a negative sign is added. ഇനി എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്? ഇപ്പോൾ നമുക്ക് T1 ടൈമിലുള്ള റേറ്റ് തന്നെ വേണം, അല്ലെങ്കിൽ T2 ടൈമിലുള്ള റേറ്റ് വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള റേറ്റ് വേണം എന്നിരിക്കട്ടെ. അതും നമുക്ക് കോൺസെൻട്രേഷൻ ടൈം ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിലുള്ള റിയാക്ഷൻ്റെ റേറ്റിനെ നമ്മൾ പൊതുവിൽ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ. ദാറ്റ് മീൻസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ മെഷേർഡ് ഫോർ എ പർട്ടിക്കുലർ മൊമെൻറ്റ് ഓഫ് ടൈം ഈസ് കോൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ. അപ്പോൾ ആവറേജ് റേറ്റ് എക്സ്പ്രഷനിൽ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി അല്ലേ, അതിൽ ഡെൽറ്റ ടി, ദാറ്റ് മീൻസ് ടൈം ഇൻ്റർവെൽ ഈസ് ടെൻസ് ടു 0. ദാറ്റ് മീൻസ് അൻ ഇൻഫിനിറ്റിമലി വെരി സ്മോൾ ടൈം ഇൻ്റർവെൽ, ആൻഡ് ദാറ്റ് ഈസ് ടേക്കൺ ആസ് ഡി ടി. അപ്പോൾ ഉള്ള കോൺസെൻട്രേഷൻ ചേഞ്ച് ഓഫ് റിയാക്ടൻ്റ് ഓർ പ്രോഡക്റ്റ് എന്തായിരിക്കും? അഗെയിൻ ആൻ ഇൻഫിനിറ്റിമലി വെരി സ്മോൾ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ, ദാറ്റ് ഈസ് ടേക്കൺ ആസ് dx. Then this ratio
can be taken as the instantaneous rate. That means R instantaneous. So the rate of reaction measured for an infinitesimally small time interval is known as instantaneous rate of reaction. Instantaneous rate can also be calculated from the concentration time graph and is equal to the slope of the tangent corresponding to the concentration of reactant or product at that time. ഏത് ടൈമിൽ റേറ്റാണോ വേണ്ടത് ആ ടൈമിലുള്ള റിയാക്ടൻ്റെ അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് കോൺസെൻട്രേഷൻ ടൈം ഗ്രാഫിൽ നിന്ന് കിട്ടും. ആ കോൺസെൻട്രേഷൻ പോയിൻറ്റിൻ്റെ ടാൻജൻറ്റ് വരച്ചിട്ട് ആ ടാൻജൻ്റെ സ്ലോപ്പ് എടുത്താൽ അതായിരിക്കും ആ ടൈമിലുള്ള റിയാക്ഷൻ്റെ റേറ്റ്, കോൾ ദ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് റിയാക്ടൻ്റ് വെച്ചും രേഖപ്പെടുത്താം, അതുപോലെ പ്രോഡക്റ്റ് വെച്ചും രേഖപ്പെടുത്താം. അപ്പോൾ ഈ കോൺസെൻട്രേഷൻ ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ടി ടൈമിലുള്ള റിയാക്ഷൻ്റെ റേറ്റ് വേണം. നമുക്ക് ഈ കോൺസെൻട്രേഷൻ ടൈം ഗ്രാഫിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ഈ സമയത്തുള്ള റേറ്റാണ് നമുക്ക് വേണ്ടത്. ലെറ്റ് ഇറ്റ് ബി ടി സെക്കൻഡ്. അപ്പോൾ ആ ടൈമിലുള്ള റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ ഈ കോൺസെൻട്രേഷൻ ടൈം ഗ്രാഫിൽ നിന്ന് കിട്ടുമല്ലോ. അപ്പോൾ ഈ പോയിന്റിൽ കൂടി ഒരു ടാൻജൻറ്റ് വരയ്ക്കുക. എന്നിട്ട് ആ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എടുക്കുക. ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ ആ സ്ലോപ്പ് നമുക്ക് കിട്ടുമല്ലോ ഡി വൈ ബൈ ഡി എക്സ് വാല്യൂവിൽ നിന്ന്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്താ? ഡി വൈ എ സ്മോൾ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ. അതിനെ നമുക്ക് ഡി ആർ എന്നെടുക്കാം. ഡിവൈഡ് ബൈ ഡി എക്സ്. ഡി എക്സ് എന്താണ്? എ സ്മോൾ ചേഞ്ച് ഇൻ ടൈം ഇൻ്റർവൽ, ദാറ്റ് ഈസ് ഡി ടി. പക്ഷേ ഇവിടെ ഡി ആർ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി അല്ലേ? അപ്പോൾ അതിനെ പോസിറ്റീവ് ആക്കണമെങ്കിൽ ഒരു അഡീഷണൽ നെഗറ്റീവ് സൈൻ കൊടുക്കണ്ടേ? അപ്പോൾ ദിസ് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് കറസ്പോണ്ടിങ് ടു ദ കോൺസെൻട്രേഷൻ അറ്റ് ദാറ്റ് ടൈം and that value can be taken as the instantaneous rate with respect to the reactant. ഇതേപോലെ പ്രോഡക്റ്റിനെ നമുക്ക് ചെയ്യാമല്ലോ. അതിനുവേണ്ടി ടി ടൈമിലുള്ള പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഈ ഗ്രാഫിൽ നിന്ന് എടുക്കാമല്ലോ. ഇതല്ലേ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് അറ്റ് ടൈം ടി. അപ്പോൾ ഈ പോയിൻറ്റിൻ്റെ ടാൻജൻറ്റ് വരയ്ക്കും. എന്നിട്ട് അതിൻ്റെ സ്ലോപ്പ് എടുക്കുക, ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ എന്താ സ്ലോപ്പ് ഇവിടെ? Again dy by dx. What is dy? A small change in concentration of product. അതിനെ dp എന്നെഴുതി. Divided by dx. dx എന്താണ്? A small change in time interval, that is dt. ഇവിടെ dp എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ്. അപ്പോൾ അത് പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അതിന് വരുമ്പോൾ ഈ റേഷ്യോ എന്ന് പറയുന്നത് പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ അഡീഷണൽ നെഗറ്റീവ് സൈൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ ദിസ് ഈസ് ദ slope of the tangent corresponding to the concentration of product at that time t, and therefore it is taken as the instantaneous rate with respect to the product. Now with respect to the reactant R instantaneous is equal to minus slope, that is minus dr by dt. In terms of product, R instantaneous is equal to again the slope, that is dp by dt. Now okay, rate of reaction is expressed as the rate of change of concentration of reactant or product per mole. ഒരു മോളിൽ റിയാക്ടൻ്റെയോ പ്രോഡക്റ്റിൻ്റെയോ കോൺസെൻട്രേഷൻ ചേഞ്ച് നമ്മൾ എക്സ്പ്രസ് ചെയ്താൽ that will be the rate of the reaction. That means the rate of disappearance of 1 mole of reactant is equal to the rate of appearance of 1 mole of product and is equal to the rate of the reaction. അപ്പോൾ ഏതെങ്കിലും ഒരു മോൾ റിയാക്ടൻ്റെ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു മോളിൻ്റെ റേറ്റ് ഓഫ് അപ്പിയറൻസിന് തുല്യമാണ്. അങ്ങനെ ഒരു മോളിൽ രേഖപ്പെടുത്തിയാൽ ആ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് അപ്പിയറൻസ് ക്യാൻ ബി ടേക്കൺ ആസ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. അങ്ങനെ വരുമ്പോൾ ഒന്നിൽ കൂടുതൽ നമ്പർ ഓഫ് മോൾസ് ഉണ്ടെങ്കിൽ ഒരു മോളിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ബാലൻസ് കെമിക്കൽ ഇക്വേഷനിൽ ഓരോ റിയാക്ടൻ്റെയും പ്രോഡക്റ്റിൻ്റെയും സ്റ്റോഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് എത്രയാണോ അതുകൊണ്ട് ആ റേറ്റ് എക്സ്പ്രഷനെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. So divide the rate expression by the stoichiometric coefficient of the corresponding substance in the balanced chemical equation. ഈ ഉദാഹരണം നോക്കി, 2N2O5 giving 4NO2 plus O2. അപ്പോൾ ആവറേജ് റേറ്റ് നമ്മൾ എഴുതുമ്പോൾ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ ദാറ്റ് ഈസ് N2O5 ഡിവൈഡഡ് ബൈ ദ ചേഞ്ച് ഇൻ ടൈം ദാറ്റ് ഈസ് dt. അപ്പോൾ ഈ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 2 മോളിൻ്റെ ചേഞ്ച് കോൺസെൻട്രേഷനാണ്, അല്ലെങ്കിൽ 2 മോൾസിൻ്റെ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ആണ്. പക്ഷേ റേറ്റ് ആവണമെങ്കിൽ ഒരു മോളിൽ പറയണം. അപ്പോൾ 2 മോളിന് എത്രയാണെങ്കിൽ ഒരു മോളിന് എന്ത് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ. ഇതേപോലെ പ്രോഡക്റ്റ് വെച്ച് എഴുതുമ്പോൾ അത് നെഗറ്റീവ് സൈൻ്റെ ആവശ്യമില്ല, റേറ്റ് ഓഫ് അപ്പിയറൻസ് ആണ്, ഓട്ടോമാറ്റിക്കലി അത് പോസിറ്റീവാണ്.
അപ്പോൾ ഡെൽറ്റ ഓഫ് NO2 ഡിവൈഡ് ബൈ ഡെൽറ്റ ടി, അത് 4 മോൾസിൻ്റെ റേറ്റ് ഓഫ് അപ്പിയറൻസ് ആണ്. റേറ്റ് ആവണമെങ്കിൽ 1 മോളിൽ പറയണം. അപ്പോൾ ഈ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻറ്റ് ഓഫ് NO2 എത്രയാണ്? 4. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ 1/4 കൊണ്ട് മൾട്ടിപ്ലൈ. ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന ടേം ഫ്രണ്ടിൽ എഴുതാം, അല്ലെങ്കിൽ ബാക്കിൽ എഴുതാം. ഇനി O2 വെച്ചെഴുതുമ്പോൾ ഡെൽറ്റ O2 ബൈ ഡെൽറ്റ ടി, ഇത് 1 മോൾ തന്നെയാണ് ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ. അതുകൊണ്ട് ഇത് 1 മോളിൻ്റെ റേറ്റ് ഓഫ് അപ്പിയറൻസ് ആണ്. ദെർഫോർ ദിസ് റേഷ്യോ ഈസ് ഓട്ടോമാറ്റിക്കലി ഈക്വൽ ടു ദ ആവറേജ് റേറ്റ്. ഇനി നമ്മൾ ടൈം ഇൻ്റർവൽ വളരെ കുറച്ച് ആൻഡ് ഇൻഫിനിറ്റിവ്ലി വെരി സ്മോൾ ടൈം ഇൻ്റർവെല്ലിൽ എഴുതുന്നതായിരിക്കാം. ദാറ്റ് മീൻസ് മൈനസ് റിയാക്റ്റൻ്റ് ആയതുകൊണ്ട് മൈനസ് dNO2 ബൈ dt. അപ്പോൾ അത് 2 മോളിൻ്റെ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 മോളിലാവും. ദാറ്റ് ഈസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ അറ്റ് ദാറ്റ് ടൈം. ദാറ്റ് ഈസ് കോൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. ഇനി പ്രോഡക്റ്റ് വെച്ച് എഴുതുമ്പോൾ dNO2 ബൈ dt 1 മോളാക്കാൻ ഡിവൈഡഡ് ബൈ 4. ഓക്സിജൻ വെച്ച് എഴുതുമ്പോൾ dO2 ബൈ dt. ഇതേപോലെ N2 + 3x2 ഗിവിങ് 2NX3. ഇനി പൊതുവിൽ ഒരു റിയാക്ഷൻ നോക്കിയേ. A മോൾസ് ഓഫ് A റിയാക്ട് വിത്ത് B മോൾസ് ഓഫ് B ഗിവിങ് C മോൾസ് ഓഫ് C പ്ലസ് D മോൾസ് ഓഫ് D. അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് -dA/dt ഇൻറ്റു 1/A. ദാറ്റ് മീൻസ് കോഎഫിഷ്യൻറ്റ് A കൊണ്ട് ഡിവൈഡ് ചെയ്തു. അടുത്ത റിയാക്ടൻ B വെച്ച് എഴുതിയാൽ -dB/dt ഇൻറ്റു 1/B, അഥവാ B കൊണ്ട് ഡിവൈഡ് ചെയ്തു 1 മോളിലാക്കാൻ വേണ്ടി. പ്രോഡക്റ്റ് വെച്ച് എഴുതിയാൽ dC/dt, അത് C മോൾസിൻ്റെ അപ്പിയറൻസ് ആണ്. 1 മോളാക്കാൻ C കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി D വെച്ച് എഴുതുമ്പോൾ dD/dt, അത് D മോൾസിൻ്റെ അപ്പിയറൻസ് ആണ്. അതിനെ 1 മോൾ ആക്കാൻ വേണ്ടി D കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ ദാറ്റ് ഇസ് എ ജനറൽ എക്സ്പ്രഷൻ. ഇനി ഒരു ഗേഷ്യസ് റിയാക്ഷൻ്റെ കേസിൽ നമുക്ക് ഈ കോൺസെൻട്രേഷൻ ടേം എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷറിൽ പറയാമല്ലോ. കാരണം പാർഷ്യൽ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ. അങ്ങനെയാണെങ്കിൽ ഒരു ഗേഷ്യസ് റിയാക്ഷൻ N2 ഗ്യാസ് പ്ലസ് 3x2 ഗ്യാസ് ഗിവിങ് 2NH3 ഗ്യാസ്. ഇവിടെ റേറ്റ് ഓഫ് റിയാക്ഷൻ നമുക്ക് പാർഷ്യൽ പ്രഷർ എഴുതാമല്ലോ. അപ്പോൾ R ഇൻസ്റ്റൻറ്റേനിയസ് ഈസ് ഈക്വൽ ടു റിയാക്റ്റൻ്റ് ആയതുകൊണ്ട് മൈനസ് D ഓഫ് പാർഷ്യൽ പ്രഷർ ഓഫ് N2 ബൈ dt. ഹൈഡ്രജൻ വെച്ച് എഴുതിയാൽ -D പാർഷ്യൽ പ്രഷർ ഓഫ് D ഓഫ് പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ ബൈ dt. 1 മോളാക്കാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി പ്രോഡക്റ്റ് ആയ NX3 വെച്ച് എഴുതിയാൽ D ഓഫ് പാർഷ്യൽ പ്രഷർ ഓഫ് NX3 ബൈ dt. അത് 2 മോൾസിൻ്റെ റേറ്റ് ഓഫ് അപ്പിയറൻസ് ആണ്. അപ്പോൾ 1 മോളാക്കാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ ദിസ് ഈസ് ദ റേറ്റ് എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ ഫോർ ഗേഷ്യസ് റിയാക്ഷൻ. ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? നമ്പർ 1, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ. സാധാരണ നമ്മൾ ലോ ഓഫ് മാസ് ആക്ഷനിൽ കാണുന്നത് എന്താണ്? ഒരു റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ആ റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ നേരനുപാതത്തിലാണ്. അപ്പോൾ റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ റേറ്റും ആനുപാതികമായി കൂടും. ദാറ്റ് ഇസ് എ ജനറൽ ട്രെൻഡ്. ഇനി അടുത്തൊരു ഫാക്ടർ എന്താണ്? ടെമ്പറേച്ചർ. സാധാരണ നമുക്കറിയാം ടെമ്പറേച്ചർ കൂടിയാൽ ഒരു റിയാക്ഷൻ്റെ റേറ്റ് കൂടും. ഇനി നമ്പർ 3, സർഫസ് ഏരിയ. നമ്മൾ പഠിച്ചിട്ടുണ്ട് റിയാക്ടറിനെ പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ആ റിയാക്ഷൻ്റെ സ്പീഡ് കൂടുന്നതായിട്ട് കാണാം. ദാറ്റ് മീൻസ് ഫൈനലി ഡിവൈഡഡ് സബ്സ്റ്റൻസ് ഹാവ് ഹൈ സർഫസ് ഏരിയ ആൻഡ് ഹെൻസ് റിയാക്ട് ഫാസ്റ്റർ. ഇനി ചില റിയാക്ഷൻ, ഫോർ എക്സാമ്പിൾ ഫോട്ടോ കെമിക്കൽ റിയാക്ഷന് റേറ്റിനെ കൂട്ടാൻ എന്താ മാർഗം? കൂടുതലത് സൂര്യപ്രകാശത്തിൽ അല്ലെങ്കിൽ റേഡിയേഷനിൽ തുറന്നു നോക്കാം. അതനുസരിച്ച് റേറ്റ് കൂടുന്നതായിട്ട് കാണാം. സോ എക്സ്പോഷർ ടു റേഡിയേഷൻ ഈസ് അനദർ ഫാക്ടർ. ഇനി നമ്പർ 5, നേച്ചർ ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്റ്റ്. റിയാക്ടൻ്റെയും പ്രോഡക്റ്റിൻ്റെയും സ്വഭാവം. ഉദാഹരണത്തിന് സോഡിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന വിഭിന്നമായിട്ടാണ് പൊട്ടാസ്യം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ റിയാക്ടൻ്റെ സ്വഭാവം ഉണ്ടാകുന്ന പ്രോഡക്റ്റിൻ്റെ സ്വഭാവം, അത് സ്റ്റേബിളാണോ അൺസ്റ്റേബിളാണോ എന്ന് നോക്കിയാൽ അതനുസരിച്ച് റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി നമ്പർ 6, കാറ്റലിസ്റ്റ്. നമുക്കറിയാം ഒരു കാറ്റലിസ്റ്റ് സാധാരണ റിയാക്ഷനിൽ ഉപയോഗിക്കുന്നത് ആ റിയാക്ഷൻ്റെ വേഗതയെ കൂട്ടാൻ വേണ്ടിയാണ്. അതെങ്ങനെയാണത് കൂട്ടുന്നതെന്നുള്ളത് ഈ ചാപ്റ്റർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഒരു റിയാക്ഷൻ നടക്കാൻ അധികപ്പറ്റായിട്ട് കുറച്ച് എനർജി വേണം. ആ റിയാക്ടൻ്റ് മോളിക്യൂളിലുള്ള എനർജി മതിയാകില്ല റിയാക്ഷൻ നടക്കാൻ. അപ്പോൾ പിന്നെ കുറച്ചധികം എനർജി വേണ്ടി വരും. അങ്ങനെ നമ്മൾ ആ റിയാക്ടൻ്റ് മോളിക്യൂളിനെ റിയാക്ഷനിന് വേണ്ടി തള്ളിവിടാൻ അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ അഡീഷണലായിട്ട് എനർജി കൊടുക്കും. അല്ലെങ്കിൽ ആ റിയാക്ടൻ്റ് മോളിക്യൂൾ അഡീഷണലായിട്ട് എനർജിയെ സ്വീകരിക്കും. ആ എനർജിയെ വിളിക്കുന്നവരാണ് ആക്ടിവേഷൻ എനർജി. അപ്പോൾ നമ്മൾ കാറ്റലിസ്റ്റ് ഇടുമ്പോൾ ആ ആക്ടിവേഷൻ എനർജി അഡീഷണലായിട്ട് വേണ്ടി വരുന്ന എനർജി ഒരുപാട് കുറയും.
അപ്പോൾ ഉള്ള എനർജി വെച്ച് കൂടുതൽ റിയാക്ടൻ മോളിക്യൂളിന് ഒരു യൂണിറ്റ് ടൈമിൽ റിയാക്ട് ചെയ്യാൻ സാധിക്കും, തൽഫലമായി റേറ്റ് കൂടും. അപ്പോൾ കാറ്റലിസിസ് ഈസ് അനദർ ഫാക്ടർ. ഇനി പ്രഷർ, പ്രത്യേകിച്ച് ഗേഷ്യസ് റിയാക്ഷനിൽ പ്രഷറിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രഷർ കൂടുന്നതനുസരിച്ച് റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ കൂടും. ദാറ്റ് മീൻസ് ഗേഷ്യസ് റിയാക്ടൻ ക്യാൻ ബി വെരി ഈസിലി കംപ്രസ്ഡ്. അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടും, റേറ്റും കൂടും. ഓക്കെ, സോ ദീസ് ആർ ദ മേജർ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഇനി ഡിപ്പെൻഡൻസ് ഓഫ് റേറ്റ് ഓൺ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ. ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുന്ന റിയാക്ടൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ആ റിയാക്ഷൻ്റെ റേറ്റിനെ എപ്രകാരം സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ റിയാക്ഷനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടി വരും. എക്സ്പെരിമെൻറ്റ് നടത്തി മാത്രമേ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റൂ. അങ്ങനെ എക്സ്പെരിമെൻറ്റ് നടത്തി ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഓരോ റിയാക്ടൻ്റെയും കോൺസെൻട്രേഷൻ റേറ്റിനെ എപ്രകാരം സ്വാധീനിക്കുന്നുവെന്ന് കണ്ടെത്തി അതിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി കൈനറ്റിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഓർഡർ. അപ്പോൾ ആ ഓർഡർ നമുക്ക് കിട്ടണമെങ്കിൽ റിയാക്ടൻറ്റിൻ്റെ കോൺസെൻട്രേഷനും റേറ്റും തമ്മിൽ എപ്രകാരം കോറിലേറ്റ് ചെയ്യുന്നു എന്നൊരു ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കണം. ആ ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേറ്റ് ലോ. ദാറ്റ് മീൻസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് concentration of reactants is known as rate law. അപ്പോൾ rate law can be established only by experimental study of the reaction over a wide range of concentration of reactant and product. The rate law thus established is also called the differential rate equation or the rate expression. ഇങ്ങനെ ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുന്ന റിയാക്ടൻ്റെ ഓരോന്നിൻ്റെയും കോൺസെൻട്രേഷൻ ആ റേറ്റിനെ എപ്രകാരം സ്വാധീനിക്കുന്നുവെന്ന് എക്സ്പെരിമെൻ്റൽ സ്റ്റഡി നടത്തി നമ്മൾ കണ്ടെത്തി അതിനെ നമ്മൾ കോറിലേറ്റ് ചെയ്യും, റേറ്റുമായിട്ട് കോറിലേറ്റ് ചെയ്യും. ആ കോറിലേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേറ്റ് എക്സ്പ്രഷൻ ഓർ റേറ്റ് ലോ. അങ്ങനെ ഒരു റേറ്റ് എക്സ്പ്രഷൻ അഥവാ റേറ്റ് ലോ കിട്ടിക്കഴിഞ്ഞാൽ ആ റേറ്റ് ലോയിൽ വരുന്ന റിയാക്ടൻസ്, ഒന്നിൽ കൂടുതൽ റിയാക്ടൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ R1 R2 എന്നിരിക്കട്ടെ, 2 റിയാക്ടൻ. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡിപ്പെൻഡൻസ് നമുക്ക് എങ്ങനെ സ്റ്റഡി ചെയ്യാം? അപ്പോൾ R1ൻ്റെയും R2ൻ്റെയും കോൺസെൻട്രേഷൻ ഇനിഷ്യലി ഒരു പർട്ടിക്കുലർ വാല്യൂ ആയിട്ട് കീപ്പ് ചെയ്യുന്നു ആസ് പെർ ദി സ്റ്റോഷ്യോമെട്രി. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഇനിഷ്യൽ റേറ്റ് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം R1 എന്ന് പറയുന്ന റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ റേറ്റിനെ എപ്രകാരം സ്വാധീനിക്കുന്നു എന്നറിയാൻ വേണ്ടി R2ൻ്റെ കോൺസെൻട്രേഷനെ കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നു, നേരത്തെ ഉള്ള വാല്യൂ ആയിട്ട് തന്നെ എടുക്കുന്നു. R2ൻ്റെ കോൺസെൻട്രേഷൻ ഇരട്ടിയാക്കുന്നു. അപ്പോൾ പുതിയ റേറ്റ് എന്താണെന്ന് പരിശോധിക്കാം. അപ്പോൾ പുതിയ റേറ്റ് ഇരട്ടിയാക്കുമ്പോൾ ഇനിഷ്യൽ റേറ്റിൻ്റെ ഇരട്ടിയാവുന്നു. 3 ടൈംസ് ആക്കുമ്പോഴും റേറ്റ് 3 ടൈംസ് ആയിട്ട് കൂടുന്നു. 3-1 കുറയ്ക്കുമ്പോൾ റേറ്റും 3-1 കുറയുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര കൂട്ടുന്നു അത്രയും കൂടുന്നു, അല്ലെങ്കിൽ എത്രയും കുറയുന്നു എങ്കിൽ ആ റിയാക്ടൻ്റ് വെച്ചുള്ള ഡിപ്പെൻഡൻസ് എത്രയാണ്? 1 ടൈം. അതുകൊണ്ട് ദ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ദ ഫസ്റ്റ് റിയാക്ടൻ്റ് ഈസ് 1. എന്നാൽ രണ്ടാമത്തെ റിയാക്ടൻ R2 നമ്മൾ സ്റ്റഡി ചെയ്യുന്നിരിക്കുക. അപ്പോൾ R1 എന്ന് പറയുന്ന റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് R2ൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യിക്കാം. അപ്പോൾ ഇരട്ടിയാക്കുന്നു. അപ്പോൾ പുതിയ റേറ്റ് നോക്കിയപ്പോൾ 4 മടങ്ങായി. 3 മടങ്ങാക്കി മാറ്റിയപ്പോൾ പുതിയ റേറ്റ് നോക്കിയപ്പോൾ അത് 9 മടങ്ങായി മാറി. 4-1 കുറയ്ക്കുന്നു R2ൻ്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ റേറ്റ് 1/16 കുറയുന്നു. അപ്പോൾ എത്രയാണോ നമ്മൾ കൂട്ടിയതിൻ്റെ അതിൻ്റെ സ്ക്വയർ ടൈംസ് അല്ലേ വേരിയേഷൻ. അതുകൊണ്ട് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു R2 ഈസ് ഈക്വൽ ടു 2. അങ്ങനെ ഒരു റേറ്റ് ലോ നമ്മൾ ഉണ്ടാക്കിയിട്ട് ആ റിയാക്ഷൻ്റെ മൊത്തം ഓർഡർ കിട്ടണമെങ്കിൽ ഈ റേറ്റ് ലോയിൽ വരുന്ന ഓരോ റിയാക്ടൻ്റെയും കോൺസെൻട്രേഷൻ ടൈമിൻ്റെ പവേഴ്സ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ 2 + 1 3 ആൻഡ് ദാറ്റ് ഈസ് ദ നെറ്റ് ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ സം ഓഫ് ദ പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേം ഇൻ ദ റേറ്റ് ലോ എക്സ്പ്രഷൻ. ഇതിനെ വിളിക്കുന്ന പേരാണ് ഓർഡർ. ഇനി ചില സാഹചര്യത്തിൽ നമ്മളിപ്പോൾ R2ൻ്റെ കോൺസെൻട്രേഷനെ ഞാൻ കൂട്ടിയെന്ന് വിചാരിക്കുക. R1ൻ്റെ കോൺസെൻട്രേഷൻ പഴയത് തന്നെ കീപ്പ് ചെയ്തു. R2ൻ്റെ കോൺസെൻട്രേഷൻ ഇരട്ടിയാക്കി, 3 മടങ്ങാക്കി, 4 മടങ്ങാക്കി, 5-1 കുറച്ചു. ഇങ്ങനെ എന്ത് കൂട്ടിയപ്പോഴോ കുറച്ചപ്പോഴോ റേറ്റിന് മാറ്റമില്ല, ഇനിഷ്യൽ റേറ്റായിട്ട് തന്നെ കിട്ടി എന്ന് വിചാരിക്കുക. അങ്ങനെയും വരാമല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ R2ൻ്റെ കോൺസെൻട്രേഷൻ ആ റേറ്റിനെ സ്വാധീനിക്കുന്നില്ല എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓർഡർ നമുക്ക് എത്ര എടുക്കാം? 0. അപ്പോൾ R2/0 എത്ര കൂട്ടിയാലും 2/0 അല്ലെങ്കിൽ 3/0 അല്ലെങ്കിൽ 1/4 ആയിട്ട് കൂടി 1/4/0
അപ്പോൾ അതിന് ഇഫക്റ്റ് ഇല്ലാതെ വരുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് റിയാക്ടൻറ്റ് ഈസ് 0. അപ്പോൾ ഓർഡറിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഓർഡർ ഓഫ് എ റിയാക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ സം ഓഫ് ദ പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻറ്റ് ഇൻ ദ റേറ്റ് ലോ എക്സ്പ്രഷൻ. നോക്കിയേ, ഒരു റിയാക്ഷൻ A moles of A react with the B moles of B giving products. ഇതിന് എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസിൽ നിന്ന് റേറ്റും റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ തമ്മിലുള്ള കോറിലേഷൻ ഇങ്ങനെ കിട്ടിയെന്ന് വിചാരിക്കുക. R ഈസ് പ്രപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് A റൈസ് ടു A മോൾസ് ഉണ്ടെങ്കിലും എയുടെ കോൺസെൻട്രേഷനെ M ടൈമേ അഫക്റ്റ് ചെയ്യുന്നുള്ളൂ എന്നിരിക്കട്ടെ. ബിയുടെ കോൺസെൻട്രേഷൻ എക്സ്പെരിമെൻ്റൽ സ്റ്റഡിയിൽ നിന്ന് നമ്മൾ കാണുന്നത് B മോൾസ് ഉണ്ടെങ്കിലും N ടൈംസ് മാത്രമേ സ്വാധീനിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം R is equal to a proportionality constant K into concentration of A raised to M into B raised to N. ഈ എക്സ്പ്രഷനെ വിളിക്കുന്ന പേരാണ് റേറ്റ് ലോ എക്സ്പ്രഷൻ ഓർ ദ റേറ്റ് എക്സ്പ്രഷൻ. അപ്പോൾ നമുക്ക് പറയാം ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ദ റിയാക്ടൻറ്റ് A is equal to M. Order with respect to the reactant B is equal to N. Therefore, overall order is equal to the sum of the powers of concentration term in the rate law expression, that is M plus N. ഇനി ചില റിയാക്ഷൻ നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിയുമ്പോൾ ഈ ബാലൻസ് കെമിക്കൽ ഇക്വേഷനിൽ തന്നിരിക്കുന്ന അതേ നമ്പർ ഓഫ് മോൾ തന്നെ റേറ്റിനെ സ്വാധീനിക്കാം. അപ്പോൾ എയുടെ കോൺസെൻട്രേഷൻ A ടൈം തന്നെ അഫക്റ്റ് ചെയ്യാം, ബിയുടെ കോൺസെൻട്രേഷൻ B ടൈം തന്നെ അഫക്റ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം M is equal to A, N is equal to B. ഇങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ ആ റിയാക്ഷൻ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എലമെൻ്ററി റിയാക്ഷൻ, ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ ആയിരിക്കും. അങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ നടന്നാൽ A മോൾസ് ഓഫ് എയും B മോൾസ് ഓഫ് ബിയും ഒറ്റ സ്റ്റെപ്പിൽ തന്നെ റിയാക്ട് ചെയ്യും. അപ്പോൾ എയുടെ കോൺസെൻട്രേഷൻ A ടൈം, ബിയുടെ കോൺസെൻട്രേഷനെ B ടൈം തന്നെ അഫക്റ്റ് ചെയ്യും. ഇനി ഏതെങ്കിലും റിയാക്ഷനിൽ A എന്ന് പറയുന്നത് എമ്മിന് ഈക്വൽ അല്ല, B എന്ന് പറയുന്നത് Nന് ഈക്വലും അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആ റിയാക്ഷൻ ഡെഫിനറ്റ്ലി ഒരു മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ ആയിരിക്കും, ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ ആയിരിക്കും. അപ്പോൾ ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷനിൽ ഏതാണോ വളരെ സ്ലോവിൽ നടക്കുന്ന സ്റ്റെപ്പ് അതായിരിക്കും ആ റിയാക്ഷന് നെറ്റ് ഡിലേ, ആ റിയാക്ഷന് നെറ്റ് താമസം എന്ന് പറഞ്ഞാൽ ആ സ്റ്റെപ്പ് നടക്കാനുള്ള താമസമേ ഉള്ളൂ. കാരണം ബാക്കിയുള്ള സ്റ്റെപ്പ് ഫാസ്റ്റ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ആ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പായിട്ട് എഴുതാം. അപ്പോൾ ആ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്നാണ് നമ്മൾ റേറ്റ് ലോ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ റിയാക്ഷനിൽ M മോൾസ് ഓഫ് എയും N മോൾസ് ഓഫ് ബിയുടെ റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ്സ് ആകുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ടായിരിക്കും, അതായിരിക്കും സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ആ സ്ലോ സ്റ്റെപ്പ് അനുസരിച്ച് നമുക്ക് ലോ ഓഫ് മാസ് ആക്ഷൻ അനുസരിച്ച് റേറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ആ സ്ലോവസ്റ്റ് സ്റ്റെപ്പിൽ വരുന്ന റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി. എയുടെ എ എത്ര മോളാണ്? M മോൾ. അപ്പോൾ A റൈസ് ടു M. ബി എത്ര മോളാണ് സ്ലോ സ്റ്റെപ്പിൽ വരുന്ന N. അപ്പോൾ ബിയുടെ കോൺസെൻട്രേഷൻ N ടൈമും അഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് റേറ്റ് ലോ കിട്ടും, ദറ്റ് ഈസ് R ഈസ് ഈക്വൽ ടു K ഇൻറ്റു A റൈസ് ടു M ഇൻറ്റു B റൈസ് ടു N. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ നമുക്ക് റേറ്റ് എക്സ്പ്രഷൻ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടിയാൽ ബാലൻസ് കെമിക്കൽ ഇക്വേഷനുള്ള സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റായിട്ട് ഓരോ റിയാക്ടറിൻ്റെയും പവർ കിട്ടുന്നില്ല എങ്കിൽ ആ റിയാക്ഷൻ ഒരു മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ ആയിരിക്കും. അപ്പോൾ ആ റേറ്റ് ലോയിൽ വരുന്ന ഓരോ കോൺസെൻട്രേഷൻ ടേമിൻ്റെയും പവേഴ്സ് എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും സ്ലോവസ്റ്റ് സ്റ്റെപ്പിൽ പങ്കെടുക്കുന്ന റിയാക്ടൻ മോളിക്യൂളിൻ്റെ നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി നടത്തിക്കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ്റെ മെക്കാനിസത്തെക്കുറിച്ച്, ഈ റിയാക്ഷൻ എപ്രകാരം നടക്കുന്നു എന്നുള്ളൊരു ആശയം നമുക്ക് കിട്ടും. ഇനി കുറച്ച് എക്സാമ്പിൾ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ എക്സാമ്പിൾ നോക്കിയേ. N2O5 ഡീകമ്പോസ് ചെയ്യുന്നതിൽ റേറ്റ് എന്ന് പറയുന്നത് N2O5ൻ്റെ കോൺസെൻട്രേഷനെ 1 ടൈം മാത്രം അഫക്റ്റ് ചെയ്യുന്നു. ദെർഫോർ ഓർഡർ ഈസ് ഈക്വൽ ടു 1. ഹൈഡ്രജൻ പെറോക്സൈഡും അതുപോലെ H2O2 റേസ് ടു 1. സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ഹൈഡ്രജനും അയഡിനൂടെ ചേർന്ന് ഹൈഡ്രജൻ അയഡൈഡ് ആവുന്നു. റേറ്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ കോൺസെൻട്രേഷൻ 1 ടൈമും അയഡിൻ്റെ കോൺസെൻട്രേഷനെ 1 ടൈമും തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇത് ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ ഉള്ളതുപോലെ തന്നെ വരുന്നു. അപ്പോൾ ഇതെല്ലാം എലമെൻ്റ് റിയാക്ഷൻ ആകാം. ഇനി സാഫോണിഫിക്കേഷൻ ഓഫ് എസ്റ്റർ, ഈതേൽ അസറ്റേറ്റ് ആൽക്കലിയുടെ പ്രസൻസിൽ പൊട്ടി സോഡിയം സോൾട്ടും
ആൽക്കഹോളും ആകുന്ന റിയാക്ഷനിൽ റേറ്റ് എന്ന് പറയുന്നത് എസ്റ്ററിൻ്റെ കോൺസെൻട്രേഷനെ 1 ടൈമും ആൽക്കലയുടെ കോൺസെൻട്രേഷനെ 1 ടൈമും അഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഓർഡർ എന്ന് പറയുന്നത് 1 + 1 2. അപ്പോൾ ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ ഉള്ളതുപോലെ തന്നെ നമുക്ക് റേറ്റ് എക്സ്പ്രഷൻ കിട്ടി, നമ്പർ ഓഫ് മോൾസ്. അതുകൊണ്ട് ഇതും ഒരു എലമെൻ്റ് റിയാക്ഷൻ ആകാം. ദെൻ റിയാക്ഷൻ ഓഫ് തേർഡ് ഓർഡർ, ഉദാഹരണത്തിന് 2 NOയും ഒരു Cl2 ചേർന്ന് 2 NOCl ഉണ്ടാകുന്ന റിയാക്ഷനെ സ്റ്റഡി ചെയ്യുമ്പോൾ റേറ്റ് എന്ന് പറയുന്നത് NOയുടെ കോൺസെൻട്രേഷൻ 2 ടൈമും ക്ലോറിൻ്റെ കോൺസെൻട്രേഷനെ 1 ടൈമും അഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ സം ഓഫ് ദ പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേം പറ 2 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. നൈട്രിക് ഓക്സൈഡ് ഓക്സിനുമായിട്ട് ചേർന്ന് NO2 ഉണ്ടാകുന്നതിൽ റേറ്റ് എന്ന് പറയുന്നത് NOയുടെ കോൺസെൻട്രേഷൻ 2 ടൈമും O2ൻ്റെ കോൺസെൻട്രേഷനെ 1 ടൈമും അഫക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഓർഡർ എന്ന് പറയുന്നത് 2 + 1 ദാറ്റ് ഈസ് 3. ഇനി ഇതൊന്ന് ശ്രദ്ധിച്ചേ, റിയാക്ഷൻ ഓഫ് ഫ്രാക്ഷണൽ ഓർഡർ ഫ്രാക്ഷണൽ വാല്യൂസും ആകാം. ഉദാഹരണത്തിന് അസറ്റാൽഡിഹൈഡ് ഡീകമ്പോസ് ചെയ്യുമ്പോൾ മീഥേനും കാർബൺ മോണോക്സൈഡും കിട്ടും. ഇപ്പോൾ ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ അനുസരിച്ച് ഒരു അസറ്റാൽഡിഹൈഡ് ഡീകമ്പോസ് ചെയ്താൽ ഒരു മീഥേനും ഒരു കാർബൺ മോണോക്സൈഡുമാണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊരു സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ആയിരുന്നു എങ്കിൽ റേറ്റ് R ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് അസറ്റാൽഡിഹൈഡ് റേസ് ടു 1 എന്ന് കിട്ടിയത്. ഇവിടെ ഓർഡർ എന്താണ്? 3/2. അപ്പോൾ അതിൻ്റെ മെക്കാനിസം വേറൊരു രീതിയിലാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല ആ റിയാക്ഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ബാലൻസ് കെമിക്കൽ ഇക്വേഷനിലുള്ള അതേ നമ്പർ ഓഫ് മോൾ റേറ്റിനെ സ്വാധീനിക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ റിയാക്ഷൻ വിത്ത് ഫ്രാക്ഷണൽ ഓർഡർ. ഇതുപോലെ 0 ഓർഡർ റിയാക്ഷൻ വരാം. ഉദാഹരണത്തിന് ഹൈഡ്രജനും ക്ലോറിനും ചേർന്ന് HCl ഉണ്ടാകുന്ന ഒരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷനാണ്. അവിടെ ഹൈഡ്രജനെയും ക്ലോറിനെയും അളവ് എത്ര കൂട്ടിയാലും റേറ്റ് വേരി ചെയ്യുന്നില്ലെന്ന് കാണാം. പക്ഷേ അതിനെ നമ്മൾ കൂടുതൽ സൂര്യപ്രകാശം തുറന്നു വെക്കുന്നതിനനുസരിച്ച് റേറ്റ് കൂടുന്നതായിട്ടും കാണാം. അങ്ങനെ വരുമ്പോൾ റേറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോജൻ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ക്ലോറിൻ. ദെർഫോർ R ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2⁻0 Cl2⁻0. ഇതാണ് എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസിൽ നിന്ന് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സം ഓഫ് ദ പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേം 0 + 0. അപ്പോൾ ഓർഡർ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഓർഡർ ക്യാൻ ബി 0 and such reactions are called 0 order reaction. അപ്പോൾ എന്താണ് 0 order reaction? Reaction in which the rate of the reaction is independent of the concentration of the reacting species is known as 0 order reaction. For example, for a 0 order reaction R gas product, നമുക്ക് എന്ത് എഴുതാം? R is proportional to concentration of reactant raised to 0. Therefore R is equal to a proportionality constant K into R raised to 0. Anything raised to 0? 1. Therefore R is equal to K. So what is the condition for 0 order reaction? Rate is a constant. അപ്പോൾ ചില റിയാക്ഷൻ നമ്മളപ്പോൾ എന്താ കാണുന്നത്? റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ചോ കുറയുന്നതിനനുസരിച്ചോ റേറ്റിന് മാറ്റമില്ല എന്ന് കാണാം. ദാറ്റ് മീൻസ് റേറ്റ് ഒരു കോൺസ്റ്റൻ്റായി തുടരുന്നു അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ഉദാഹരണത്തിന് ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ ഓൺ ദ സർഫസ് ഓഫ് പ്ലാറ്റിനം അറ്റ് ഹൈ പ്രഷർ ഈസ് എ 0 order റിയാക്ഷൻ. എന്തുകൊണ്ടായിരിക്കും? ഹൈ പ്രഷർ എന്ന് പറയുമ്പോൾ അമോണിയയുടെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലല്ലേ? അപ്പോൾ ഈ പ്ലാറ്റിനത്തിൻ്റെ സർഫസിൽ അമോണിയയുടെ കോൺസെൻട്രേഷൻ മാക്സിമം ആണ്. കാരണം എന്താ? അമോണിയയുടെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ്, ഹൈ പ്രഷർ. സോ ദ കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ ഈസ് മാക്സിമം. സോ ദാറ്റ് ദ സർഫസ് ഓഫ് ദ പ്ലാറ്റിനം ഈസ് സാച്ചുറേറ്റഡ് വിത്ത് അമോണിയ. സോ ദാറ്റ് ഫർദർ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ, വീണ്ടും അമോണിയയുടെ കോൺസെൻട്രേഷനെ കൂട്ടിയാൽ പറ്റിപ്പിടിക്കാൻ ഈ സ്ഥലമുണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് ദ സർഫസ് കോൺസെൻട്രേഷൻ റിമൈൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ സർഫസിൽ പറ്റിപ്പിടിക്കുന്നതിനനുസരിച്ചാണ് ഡീകമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ പറ്റിപ്പിടിക്കുന്നതിൻ്റെ അളവ് കോൺസ്റ്റൻ്റായി തുടരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഡീകമ്പോസ് ചെയ്യുന്നതിൻ്റെ അളവും കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും. ദാറ്റ് മീൻസ് റേറ്റ് റിമൈൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് എത്ര എണ്ണം ഇളകി പോകുന്നോ അതിനനുസരിച്ച് അമോണിയ വീണ്ടും വന്ന് പറ്റിപ്പിടിക്കും. അപ്പോൾ എപ്പോഴും ഈ സർഫസ് സാച്ചുറേറ്റഡ് ആയിട്ട് നിൽക്കും. അതിനനുസരിച്ച് ഡീകമ്പോസിഷൻ്റെ റേറ്റും കോൺസ്റ്റൻ്റായി നിൽക്കുന്നു. ദാറ്റ് മീൻസ് റേറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. Therefore, the decomposition of ammonia on the surface of platinum follows 0 order kinetics at a high pressure. എന്നാൽ ലോ പ്രഷറിലാണെങ്കിൽ വേരിയേഷൻ വരാം. കാരണം ലോ പ്രഷറിൽ എന്താ പ്രശ്നം? സർഫസിൻ്റെ അങ്ങിങ്ങ് മാത്രമേ അമോണിയ കാണൂ. കാരണം അമോണിയയുടെ കോൺസെൻട്രേഷൻ വളരെ കുറവാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പറ്റും. കൂടുതൽ സ്ഥലത്തും കൂടുതൽ സർഫസും ഫ്രീ ആയിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ അമോണിയയുടെ കോൺസെൻട്രേഷൻ കൂട്ടുന്നതിനനുസരിച്ച് ആനുപാതികമായി അമോണിയ പറ്റിപ്പിടിക്കുകയും അതിന് ആനുപാതികമായി അമോണിയ ഡീകമ്പോസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ 2 മടങ്ങായിട്ട് കൂട്ടിയാൽ 2 ടൈംസ് ആയിട്ട് സർഫസ് കോൺസെൻട്രേഷൻ കൂടുന്നു. അപ്പോൾ റേറ്റും 2 ടൈംസ് ആയിട്ട് മാറുന്നു. അപ്പോൾ എത്ര കൂട്ടുന്നു അത്രയും കൂടുന്നു റേറ്റ്. ദെർഫോർ ഇറ്റ് ക്യാൻ ഫോളോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അറ്റ് ലോ പ്രഷർ. ഹൈഡ്രജനും ക്ലോറിനൂടെ ചേർന്ന് HCl ഉണ്ടാകുന്ന റിയാക്ഷൻ നമ്മൾ നേരത്തെ കണ്ടു. അവിടെയും റിയാക്ടൻ്റെ കോൺസെൻട്രേഷനെ സ്വാധീനിക്കുന്നില്ല. അപ്പോൾ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0. ഇനി എന്താണ് സീഡോ ഓർഡർ റിയാക്ഷൻ?
നമ്മൾ നേരത്തെ കുറച്ച് എക്സാമ്പിൾ കണ്ടു, സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ഓർ എലമെൻറ്റ് റിയാക്ഷൻ. അവിടെ ബാലൻസ് കെമിക്കൽ ഇക്വേഷനുള്ള നമ്പർ ഓഫ് മോളിക്യൂൾ എത്രയുണ്ടോ എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതേ വാല്യൂ തന്നെയാണ് ഓർഡറായിട്ടും കിട്ടുക. കാരണം ഓരോ റിയാക്ടിൻ്റെ കോൺസെൻട്രേഷനും സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് എത്രയാണോ അതിൻ്റെ പവറായിട്ട് തന്നെയാണ് വേരിയേഷൻ വരുന്നത്. അപ്പോൾ ഓർഡർ മോളിക്കുലാരിറ്റിയും സെയിം ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അതാണ് നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡറിൻ്റെ എക്സാമ്പിൾ കണ്ടില്ലേ. അപ്പോൾ സ്റ്റോഷിയോമെട്രിയിൽ നിന്ന് തന്നെ നമുക്ക് ഓർഡർ എഴുതിയല്ലോ. അങ്ങനെയുള്ള ചില റിയാക്ഷനിൽ ഏതെങ്കിലും ഒരു റിയാക്ടറിൻ്റെ കോൺസെൻട്രേഷൻ വളരെ വളരെ എക്സസ് ആകുന്നു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ റിയാക്ടറിൻ്റെ കോൺസെൻട്രേഷൻ ഓൾമോസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ആ റിയാക്ടറിൻ്റെ അളവ് അല്പം കൂട്ടിയാലോ കുറച്ചാൽ റേറ്റിന് മാറ്റം ഇല്ല എന്ന് കാണാം. ദാറ്റ് മീൻസ് റേറ്റ് കോൺസ്റ്റൻ്റ് ആയി തുടരുന്നു. ആ റിയാക്ടറിൻ്റെ കോൺസ്റ്റൻറ്റ് കൂട്ടിയാലോ കുറച്ചാലോ. അപ്പോൾ സീഡോ ഓർഡർ റിയാക്ഷൻ, ദാറ്റ് മീൻസ് റിയാക്ഷൻ വിച്ച് ആർ അപ്പിയേഴ്സ് ടു ബി ഓഫ് ഹയർ ഓർഡർ ബട്ട് ഇറ്റ് ആക്ച്വലി ഫോളോസ് ലോവർ ഓർഡർ കൈനറ്റിക്സ് ആർ കോൾഡ് സീഡോ ഓർഡർ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ നമ്മൾ നോക്കുമ്പോൾ അത് ഹയർ ഓർഡർ ആണെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ തന്നെ കൈനറ്റിക് സ്റ്റഡി നടത്തുമ്പോൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും താഴ്ന്ന ഓർഡറാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സീഡോ ഓർഡർ റിയാക്ഷൻ. അപ്പം റിയാക്ഷൻ വിച്ച് ആർ അപ്പിയേഴ്സ് ടു ബി ഓഫ് ഹയർ ഓർഡർ ബട്ട് ഇറ്റ് ആക്ച്വലി ഫോളോ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കതിനെ എങ്ങനെ പറയാം? സീഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയാം. സീഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഉദാഹരണത്തിന് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ ഇൻ പ്രസൻസ് ഓഫ് ഡൈലൂട്ട് ആസിഡ്. അവിടെ കെയിൻ ഷുഗർ വാട്ടറിൽ പൊട്ടി ഗ്ലൂക്കോസും ഫ്രക്ടോസുമായിട്ട് മാറുന്ന റിയാക്ഷനിൽ വാട്ടർ എന്ന് പറയുന്നത് ലാർജ് എക്സസ് ആണ്. അതുകൊണ്ട് വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ ഓൾമോസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാലും കുറച്ചാലും റേറ്റിന് യാതൊരു മാറ്റവും ഇല്ല. ദാറ്റ് മീൻസ് ദ കോൺസെൻട്രേഷൻ ഓഫ് H2O റേസ് ടു 0. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ 1 ടൈം അഫക്റ്റ് ചെയ്യണമെന്നാണ്. അപ്പോൾ 1 + 1 2 ആയിട്ട് പ്രതീക്ഷിച്ചാലും വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ റേറ്റിനെ സ്വാധീനിക്കാത്തതുകൊണ്ട് ഓർ ഈസ് ഫൗണ്ട് ടു ബി 1. Therefore it's a pseudo first order reaction. ഇതേപോലെ ഹൈഡ്രോളിസ് ഓഫ് ഈഥൈൽ അസറ്റേറ്റ് ഇൻ പ്രസൻസ് ഓഫ് ഡൈലൂട്ട് ആസിഡ്. ഈഥൈൽ അസറ്റേറ്റ് വാട്ടറിൽ പൊട്ടി ആസിഡും ആൽക്കഹോളും ആകുന്ന റിയാക്ഷനിൽ അഗെയിൻ വാട്ടർ ഈസ് ഇൻ ലാർജ് എക്സസ്. അതുകൊണ്ട് വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ ഓൾമോസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതുകൊണ്ട് വാട്ടറിൻ്റെ കോൺസെൻട്രേഷനെ കൂട്ടിയാലോ കുറച്ചാലോ റേറ്റിന് മാറ്റമില്ല. അപ്പോൾ H2O കോൺസെൻട്രേഷൻ റേസ് ടു ദ പവർ 0. അപ്പോൾ വാട്ടറിൻ്റെ കോൺസെൻട്രേഷനെയും 1 ടൈം അഫക്റ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ 1 + 1 2 കിട്ടേണ്ടതാണ്. എന്നാൽ വാട്ടറിൻ്റെ കോൺസെൻട്രേഷനെ റേറ്റ് സ്വാധീനിക്കുന്നില്ല. അതുകൊണ്ട് എസ്റ്ററിൻ്റെ കോൺസെൻട്രേഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ ദാറ്റ് ദി ആക്ച്വൽ ഓർഡർ ഈസ് ഫൗണ്ട് ടു ബി 1. അപ്പോൾ ഈ 2 എക്സാമ്പിൾ നമ്മൾ കാണുന്നത് എന്താണ്? മോളിക്കുലാരിറ്റി ഓഫ് ദ റിയാക്ഷൻ ഈസ് 2. അതായത് ഒരേ സമയം 2 മോളിക്യൂൾ ഇടിച്ചാണ് പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ മോളിക്കുലാരിറ്റി 2 ആണ്. പക്ഷേ എക്സ്പെരിമെൻ്റലി ഓർഡർ എത്രയാണ്? 1 ആണ്. അതുകൊണ്ട് ഇത് രണ്ടും എന്തിന് എക്സാമ്പിളാണ്? സീഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന് എക്സാമ്പിളാണ്. കാരണം എന്താ? ബിക്കോസ് ദ വാട്ടർ ഈസ് പ്രസൻറ്റ് ഇൻ ലാർജ് എക്സസ്, ഹെൻസ് ദ കോൺസെൻട്രേഷൻ റിമൈൻസ് ഓൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ്. ദെർഫോർ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ and therefore it depends only on the concentration of cane sugar or ester. Give an example of a reaction in which order and molecularity with a different value. ഓർഡറിൻ്റെയും മോളിക്കുലാരിറ്റിക്കും വ്യത്യസ്ത വാല്യൂ വരുന്ന റിയാക്ഷന് എക്സാമ്പിൾ. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം സീഡോ ഓർഡർ റിയാക്ഷൻ. ഉദാഹരണത്തിന് എക്സാമ്പിൾ 1 ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ അല്ലെങ്കിൽ ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ. ഈ 2 കേസിലും മോളിക്കുലാരിറ്റി എന്ന് പറയുന്ന 2 ആണ്. പക്ഷേ ഓർഡർ എക്സ്പെക്റ്റ് ചെയ്യുന്ന 2 ആണെങ്കിലും യഥാർത്ഥ ഓർഡർ 1 ആണ്. അതുകൊണ്ട് these 2 are typical example of a reaction in which order and molecularity with a different value. അപ്പോൾ എന്താണ് മോളിക്കുലാരിറ്റി? മോളിക്കുലാരിറ്റി is applicable only for elementary reaction or single step reaction. In a complex or multi-step reaction, all the reactant molecules are not colliding simultaneously. ഒരു മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷനിൽ എല്ലാ മോളിക്യൂളും ഒരേ സമയത്തല്ല ഇടിക്കുന്നത്. ഓരോ സ്റ്റെപ്പിലും ഓരോ നിശ്ചിത നമ്പർ ഓഫ് മോളിക്യൂളാണ് ഇടിക്കുന്നത്. Therefore only the steps have their own molecularity and the reaction as a whole has no molecularity. That's why molecularity has no meaning for complex reaction. എന്താണ് മോളിക്കുലാരിറ്റി നമുക്കറിയാം. It is defined as the number of reacting molecule which collide simultaneously to bring about a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷനെ കൊണ്ടുവരാൻ ഒരേ സമയം എത്ര മോളിക്യൂൾ ഇടിക്കുന്നു അത് നമുക്ക് ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ നോക്കി പറയാം. പ്രൊവൈഡഡ് ദ റിയാക്ഷൻ ഈസ് എ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ. കാരണം ഒറ്റ സ്റ്റെപ്പിലാണെങ്കിൽ ആ ബാലൻസ് കെമിക്കൽ ഇക്വേഷനിൽ തന്നിരിക്കുന്ന എത്ര നമ്പർ ഓഫ് മോളിക്യൂൾ ഉണ്ടോ അത് ഒരേ സമയം ഇടിച്ചാണ് അല്ലെങ്കിൽ ഒരുമിച്ച് ഇടിച്ചാണ് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ പ്രോഡക്റ്റായിട്ട് മാറുക.
അതുകൊണ്ട് മോളിക്കുലാരിറ്റി ഈസ് ആപ്ലിക്കബിൾ ഫോർ എലമെൻ്ററി റിയാക്ഷൻ ഓർ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ. ഇനി N2O5 ഒരു മോളിക്യൂൾ ഡീകമ്പോസ് ചെയ്ത് N2O4 ഹാഫ് O2 ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ മോളിക്കുലാരിറ്റി 1, അതുകൊണ്ട് അതൊരു യൂണി മോളിക്കുലർ റിയാക്ഷനാണ്. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കി, 2 HI ഇടിച്ചാണ് ഒരു ഹൈഡ്രജനുമായിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ 2 മോളിക്യൂൾ ഒരേ സമയം ഇടിക്കുന്നു. മോളിക്കുലാരിറ്റി ഈസ് 2, ദെർഫോർ ഇറ്റ്സ് എ ബൈമോളിക്കുലർ റിയാക്ഷൻ. മൂന്നാമത്തെ എക്സാമ്പിൾ 2 NOയും ഒരു O2വും ഒരുമിച്ചിടിച്ചാണ് 2 NO2 ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒരേ സമയം 3 മോളിക്യൂളാണ് ഇവിടെ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് മോളിക്കുലാരിറ്റി 3, ദെർഫോർ ഇറ്റ്സ് എ ട്രൈ മോളിക്കുലർ റിയാക്ഷൻ. എന്നാൽ റിയാക്ഷൻസ് ഓഫ് ഹൈ മോളിക്കുലാരിറ്റി ആർ ലെസ് ഇൻ നമ്പർ. ഇപ്പോൾ മോളിക്കുലാരിറ്റി 5, 6, 7 ഒക്കെ ഉള്ള റിയാക്ഷൻ സാധാരണ കാണാറില്ല. കാരണം എന്താ? ബിക്കോസ് ആസ് ദ നമ്പർ ഓഫ് റിയാക്ടൻറ്റ് മോളിക്യൂൾ ഇൻക്രീസസ്, റിയാക്ടൻറ്റ് മോളിക്യൂളിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ദ ചാൻസസ് ഓഫ് ദെയർ സൈമൾട്ടേനിയസ് കൊളീഷൻ ഡിക്രീസസ് ആസ് പെർ എനർജി കൺസൻട്രേഷൻ. എനർജി കൺസൻട്രേഷൻ അനുസരിച്ച് ഒത്തിരി മോളിക്യൂൾ ഒരേ സമയം ഇടിക്കാനുള്ള ചാൻസ് ഇല്ല. കാരണം അത്രയും മോളിക്യൂൾ ഇടിക്കാൻ ആവശ്യമായ എനർജി മീറ്റ് ചെയ്യാൻ പാടാണ്. അത് വലിയൊരു എനർജി ആയിരിക്കും. ആ എനർജി ഒരിക്കലും ആ മോളിക്യൂളിന് താങ്ങാൻ പറ്റുന്ന എനർജി ആയിരിക്കുകയുമില്ല. അങ്ങനെ വരുമ്പോൾ അത് പല പല സ്റ്റെപ്പിൽ ആയിരിക്കും അത് പ്രോഡക്റ്റായിട്ട് മാറുക. അപ്പോൾ ആ റിയാക്ഷൻ ഓട്ടോമാറ്റിക്കലി ഒരു മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷനായിട്ട് മാറും. അതുകൊണ്ട് റിയാക്ഷൻസ് ഓഫ് ഹൈ മോളിക്കുലാരിറ്റി ആർ ലെസ് ഇൻ നമ്പർ. ദിസ് ഈസ് ബിക്കോസ് ആസ് ദ നമ്പർ ഓഫ് റിയാക്ടൻറ്റ് മോളിക്യൂൾ ഇൻക്രീസസ് the chances of their simultaneous collision decreases as per energy consideration. അപ്പോൾ എന്താണ് എലമെൻ്ററി റിയാക്ഷൻ? കെമിക്കൽ റിയാക്ഷൻ വിച്ച് ടേക്സ് പ്ലേസ് ഇൻ സിംഗിൾ സ്റ്റെപ്പ് ആർ കോൾഡ് എലമെൻ്ററി റിയാക്ഷൻ. എന്താണ് കോംപ്ലക്സ് റിയാക്ഷൻ? കെമിക്കൽ റിയാക്ഷൻ വിച്ച് ടേക്സ് പ്ലേസ് ഇൻ എ നമ്പർ ഓഫ് സ്റ്റെപ്സ് ആർ കോൾഡ് കോംപ്ലക്സ് റിയാക്ഷൻ ഓർ മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ. അപ്പോൾ ദ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് വേരിയസ് സ്റ്റെപ്സ് ബൈ വിച്ച് ദ റിയാക്ടൻറ്റ് ചേഞ്ചസ് ഇൻ ടു ദ പ്രോഡക്റ്റ് ഈസ് കോൾഡ് ദ മെക്കാനിസം റിയാക്ഷൻ. ഒരു മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷനിൽ പല സ്റ്റെപ്പിൽ ആ റിയാക്ടൻറ്റ് മോളിക്യൂൾ എപ്രകാരം റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റായിട്ട് മാറുന്നു എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രതിപാദിക്കുന്നതിനെയാണ് ആ റിയാക്ഷൻ്റെ മെക്കാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓൾ എലമെൻ്റ് റിയാക്ഷൻ ഡു നോട്ട് ടേക്സ് പ്ലേസ് അറ്റ് ദ സെയിം സ്പീഡ്. അങ്ങനെ ഒരു മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷനിൽ പല പല ഇൻഡിവിജ്വൽ സ്റ്റെപ്പുകളുണ്ട്. ഇത്തരത്തിലുള്ള എലമെൻ്ററി റിയാക്ഷൻ എല്ലാം ഓരോന്നും ഓരോ സ്പീഡിലായിരിക്കും നടക്കുക, ഒരേ സ്പീഡിലായിരിക്കത്തില്ല. അങ്ങനെ ഒരു മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷനിൽ പല സ്റ്റെപ്പിൽ ഏത് സ്റ്റെപ്പാണോ തമ്മിൽ ഏറ്റവും സാവധാനം അല്ലെങ്കിൽ സ്ലോവിൽ നടക്കുന്നത്, ആ സ്ലോ സ്റ്റെപ്പായിരിക്കും ആ റിയാക്ഷൻ്റെ നെറ്റ് ഡിലേ, ആ റിയാക്ഷനിൽ പ്രോഡക്റ്റ് ഉണ്ടാവുള്ള താമസം എന്ന് പറയുന്നത് അതിൽ വരുന്ന ഏറ്റവും സ്ലോവസ്റ്റ് സ്റ്റെപ്പിൻ്റെ അനുസരിച്ചിരിക്കും. അതുകൊണ്ട് സ്ലോവസ്റ്റ് സ്റ്റെപ്പിനെ ഒരു മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷനിൽ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പായിട്ട് എഴുതും. അപ്പോൾ ആ സ്ലോവസ്റ്റ് സ്റ്റെപ്പിൽ എത്ര റിയാക്ടൻറ്റ് മോളിക്യൂൾ വരുന്നോ അതിനനുസരിച്ചായിരിക്കും റേറ്റ് വേരി ചെയ്യുന്നത്. അതുകൊണ്ട് റേറ്റ് ലോ ഈസ് പ്രെഡിക്റ്റഡ് ഫ്രം ദ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് among the various steps in a multi-step or complex reaction. What are the difference between order and molecularity? Molecularity എന്താണെന്ന് നമ്മൾ കണ്ടത്, the number of reacting molecule which collide simultaneously to bring about a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷനെ കൊണ്ടുവരാൻ ഒരേ സമയം എത്ര മോളിക്യൂൾ ഇടിക്കണം, അതാണ് മോളിക്കുലാരിറ്റി. എന്താണ് ഓർഡർ? സം ഓഫ് ദ പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻറ്റ് ഇൻ ദ റേറ്റ് ലോ എക്സ്പ്രഷൻ. ഇനി മോളിക്കുലാരിറ്റി ഒരു തിയറിറ്റിക്കൽ കൺസെപ്റ്റാണ്. കാരണം നമുക്ക് ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ തന്നെ എഴുതാം. കാരണം ബാലൻസ് കെമിക്കൽ ഇക്വേഷനിൽ കൊടുത്തിരിക്കുന്ന അത്രയും നമ്പർ ഓഫ് മോളിക്യൂൾ ഒരേ സമയം ഇടിച്ച് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ പ്രോഡക്റ്റ് ആകുന്നു. എന്നാൽ ഓർഡർ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെൻ്റൽ കൺസെപ്റ്റാണ്. നമ്മൾ എക്സ്പെരിമെൻറ്റ് നടത്തി ഓരോ റിയാക്ടൻ്റെയും ആക്ച്വൽ ഡിപ്പെൻഡൻസ് കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ കണ്ടു. ദെർഫോർ ഇറ്റ്സ് ആൻ എക്സ്പെരിമെൻ്റൽ കൺസെപ്റ്റ്. ഇനി മോളിക്കുലാരിറ്റിക്ക് ഇൻ്റഗ്രൽ വാല്യൂസ് മാത്രമേ വരൂ. കണ്ടു നമ്മൾ നേരത്തെ. മോളിക്കുലാരിറ്റി ഒന്നുകിൽ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 അങ്ങനെ പോകും. എന്നാൽ ഓർഡറിൻ്റെ ഫ്രാക്ഷണൽ വാല്യൂസും വരാം. മോളിക്കുലാരിറ്റിക്ക് 0 വാല്യൂ വരാൻ സാധ്യതയുണ്ടോ? ഒരു മോളിക്യൂളും ഇടിച്ചില്ലെങ്കിൽ പ്രോഡക്റ്റ് ഉണ്ടാവില്ലല്ലോ. മോളിക്യൂൾ ഇടിച്ചാൽ മാത്രമേ ആറ്റങ്ങളായിട്ട് മാറും. ആറ്റമായെങ്കിൽ ആ ആറ്റം പുതിയ ബോണ്ട് ഫോർമേഷൻ നടത്തി പുതിയ പ്രോഡക്റ്റ് ഉണ്ടാവൂ. അപ്പോൾ മോളിക്കുലാരിറ്റി കനോട്ട് ബി 0. എന്നാൽ ഓർഡർ എന്താവാം? കണ്ടു നമ്മൾ. ഒരു റിയാക്ടൻ്റെയും കോൺസെൻട്രേഷൻ റേറ്റിനെ സ്വാധീനിക്കാതെ വരുന്ന കേസുകളുമുണ്ട്. അപ്പോൾ ഓർഡർ ക്യാൻ ബി 0. ഇനി മോളിക്കുലാരിറ്റി ഡസ് നോട്ട് ടെൽ എനിത്തിങ് അബൌട്ട് ദ മെക്കാനിസം ഓഫ് ദ റിയാക്ഷൻ. മെക്കാനിസത്തെക്കുറിച്ച് ഒരു ക്ലൂവും മോളിക്കുലാരിറ്റിയിൽ നിന്ന് കിട്ടത്തില്ല. എന്നാൽ ഓർഡറോ? സാധാരണ ഒരു മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷനിൽ ഓർഡർ എന്ന് പറയുന്നത് അതിലെ സ്ലോവസ്റ്റ് സ്റ്റെപ്പിൽ വരുന്ന റിയാക്ടൻ്റെ കോൺസെൻട്രേഷനിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയാണ് എക്സ്പെരിമെൻ്റലായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓർഡർ ടെൽസ് അസ് അബൌട്ട് ദ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ആൻഡ് ഹെൻസ് ഗീവ്സ് സം ക്ലൂ അബൌട്ട് ദ മെക്കാനിസം ഓഫ് ദ റിയാക്ഷൻ. ഇനി യൂണിറ്റ് ഓഫ് കെ ഫോർ nth ഓർഡർ ഓഫ് റിയാക്ഷൻ. ഒരു nth ഓർഡർ ഓഫ് റിയാക്ഷനിൽ കെയുടെ യൂണിറ്റ് എന്താണ്? ഇപ്പോൾ ജനറലായിട്ട് റേറ്റ് R is equal to K into concentration of reactant raised to the power n for an nth order എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ എന്ത് കിട്ടും? R divided by concentration of reactant raised to n. അപ്പോൾ കെയുടെ യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ റേറ്റിൻ്റെ യൂണിറ്റ് പറയണമല്ലോ, മോൾ പെർ ലിറ്റർ
പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ താഴെ കോൺസെൻട്രേഷൻ ടേം എന്താണ് യൂണിറ്റ് മോൾ പെർ ലിറ്റർ ഹോൾ റേസ് ടു എൻ. അപ്പോൾ മുകളിൽ കൊണ്ടുവരുമ്പോൾ മോൾ റേസ് ടു -n ലിറ്റർ റേസ് ടു n വരും. സോൾവ് ചെയ്യുമ്പോൾ മോൾ റേസ് ടു 1 - n ലിറ്റർ റേസ് ടു n-1 ടൈമിൻ്റെ പവർ എപ്പോഴും -1. ദാറ്റ്സ് എ യൂണിറ്റ് ഓഫ് കെ. അപ്പോൾ ഇത് ഓർത്തിരിക്കുക എളുപ്പമുണ്ട്. മോൾ പോലെ എഴുതുമ്പോൾ 1 പോലെ വരും. അപ്പോൾ 1 - n ലിറ്റർ അപ്പോൾ നേരെ തിരിച്ചെഴുതുക n-1 ടൈമിൻ്റെ പവർ എപ്പോഴും -1. സെക്കൻഡ് ആണെങ്കിൽ സെക്കൻഡ് റേസ് ടു -1, മിനിറ്റ് ആണെങ്കിൽ മിനിറ്റ് റേസ് ടു -1. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഓരോ ഓർഡർ ഓഫ് റിയാക്ഷനിലും കെയുടെ യൂണിറ്റ് വ്യത്യസ്തമാണ്. 0 ഓർഡറിൽ R എന്ന് പറയുന്ന കെ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ റേറ്റിൻ്റെ യൂണിറ്റിനാണ് റേറ്റ് കോൺസ്റ്റൻ്റെ യൂണിറ്റ് മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. എന്നാൽ ഫസ്റ്റ് ഓർഡറിൽ ടൈമിൻ്റെ ഡയമെൻഷൻ മാത്രമേ ഉള്ളൂ, പെർ സെക്കൻഡ് എന്ന് മാത്രമാണെങ്കിൽ നമുക്കത് ഫസ്റ്റ് ഓർഡർ എന്ന് പറയാം. സെക്കൻഡ് ഓർഡറിൽ എന്നിന് പകരം 2 കൊടുത്താൽ 1 - 2 ദാറ്റ് ഈസ് മോൾ റേസ് ടു -1, ലിറ്റർ റേസ് ടു 2 - 1 ദാറ്റ് ഈസ് ലിറ്റർ റേസ് ടു 1, ടൈം റേസ് ടു -1. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻ്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ആ റേറ്റ് കോൺസ്റ്റൻ്റെ യൂണിറ്റ് നോക്കിയിട്ട് ആ റിയാക്ഷൻ ഏത് ഓർഡറാണെന്ന് പറയാൻ സാധിക്കും. അങ്ങനെയുള്ള ക്വസ്റ്റിൻ്റെ ആൻസർ വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഫോർ ഗേഷ്യസ് റിയാക്ഷൻ ഓഫ് nth ഓർഡർ. ഗേഷ്യസ് റിയാക്റ്റൻ്റ് എന്ന് പറയുമ്പോൾ അവിടെ കോൺസെൻട്രേഷൻ നമ്മൾ പാർഷ്യൽ പ്രഷർ പറയും. അത് അറ്റ്മോസ്ഫിയറിലോ ബാറിലോ പാസ്കലിലോ പറഞ്ഞാൽ ദാറ്റ് യൂണിറ്റ് റേസ് ടു 1 - n ദെൻ ടൈം റേസ് ടു -1.